അതെ ഗൈസ്, നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സർപ്രൈസ് വീഡിയോ എടുക്കാനുള്ള കണ്ടൻറ്റ് കിട്ടി. അതിൻ്റെ ഫുൾ സന്തോഷവും ഈ ഡബ് ചെയ്യുമ്പോൾ എനിക്കുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അച്ഛനും അച്ചാച്ചനും ഒരു മാഷും എന്ന എല്ലാ സ്ഥാനത്തും നിൽക്കുന്ന ഒരാളുടെ ബിഗ് ഡേ ആണ്. അതെ ഗൈസ്, ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാനും സവിതാൻ്റെയും ടുട്ടും കൂടെ വൈകുന്നേരം ചുള്ളിക്കര പോയിട്ടുണ്ടായിരുന്നു. പ്രിപ്പറേഷൻസൊക്കെ വളരെ ഫാസ്റ്റായിരുന്നു, വളരെ സഡനായിട്ട് എടുത്ത തീരുമാനം, എല്ലാം പെട്ടെന്നായിരുന്നു. ചടപടയെന്ന് പറഞ്ഞിട്ട് ഒരു ബർത്ത്ഡേ അങ്ങ് കഴിഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒരു ½ kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും പിന്നെ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കട കണ്ടപ്പോൾ തന്നെ ടുട്ടുവിൻ്റെ കംപ്ലീറ്റ് മൂഡും പോയ അവസ്ഥയായിരുന്നു. കാരണം അവിടെ അത്രയധികം സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങോട്ട് നോക്കിയ കാറ്, ഇവിടെ നോക്കിയ പാവ, ഒന്നും പറയണ്ട. പിന്നെ അവനെ ഒരു വിധത്തിൽ ഒതുക്കി നിർത്തി നമ്മൾ അവനൊരു ലംബോർഗിനിയൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അക്കൂനൊരു കളിപ്പാട്ടമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ആൾ വീട്ടിലുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. അങ്ങനെ നമ്മൾ വീഡിയോ പിടുത്തമൊക്കെ നിർത്തി വെച്ച് നമ്മൾ ഫോൺ എടുത്ത് വിളിച്ചു. ഒന്നും അറിയാത്ത പോലെ നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ സർപ്രൈസായിട്ട് അവിടെ ചെന്ന് അവരെ ഞെട്ടിച്ചു കൊണ്ടൊരു ഞെട്ടിക്കൽ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണിത്. രാത്രിയാണ്, ഇരുട്ടാണ്, അതും കൊണ്ട് ഇരുട്ടത്ത് കുത്തിയിരിക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല. പക്ഷെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ നമ്മളെല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ വാനരപ്പടകളും കൂടെ ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി പോവുക, ബർത്ത്ഡേ അടിച്ച് പൊളിക്കുക, ആ ഒരു മൈൻഡിലാണ് എല്ലാവരും. നമുക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എക്സാമൊക്കെ ഒന്നുമല്ല, ബിക്കോസ് നമുക്ക് എക്സാമിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കണം, ഫുഡ് കഴിക്കണം, പാർട്ടി സെലിബ്രേറ്റ് ചെയ്യണം, എൻജോയ് ചെയ്യണം, എന്നിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നൊക്കെ വിചാരിക്കാം. ഓക്കെ. അപ്പോൾ അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് കുറച്ച് നേരത്തേക്ക് എക്സാമിൻ്റെ സ്ട്രെസ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റി വെച്ച് പഠിക്കുന്ന കാര്യം പോലും ഒരു ബോധം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫിറ്റ് ചെക്കൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാനായിരുന്നു ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടേബിളിൻ്റെ മണ്ടയിൽ ചാരി വെച്ചിട്ടും ക്യാമറയല്ല, മിററൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എൻ്റെ ബുദ്ധിമതിയായ അമ്മ ആൻറ്റീനെ ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞ് വിട്ടിട്ട് വാതിൽ പുറത്തുനിന്ന് പൂട്ടി. അമ്മയ്ക്കിന് ഭയങ്കര ഓർമ്മയാണ്, അതുകൊണ്ട് പിന്നെ എക്സ്പെഷ്യലി എനിക്കിതിനെ പറ്റിയൊന്നും പറയാനില്ല. നമ്മളെപ്പോഴും ഒരേ സ്ലാങ്ങിൽ ഡബ് ചെയ്യാൻ പാടില്ല. ഒരേപോലെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മടുക്കും. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഡബ് ചെയ്യണം. ഇത് നമ്മൾ പതിഞ്ഞിരുട്ടത്ത് സഡൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് കാണുന്നുണ്ടായിരുന്നു, തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ടുട്ടു കുഞ്ഞാന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ പുറകെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവൻ തിരിച്ചു പോയി. പിന്നെ നമ്മൾ അവിടെ സർപ്രൈസ് മൊമെൻ്റൊക്കെ ആസ്വദിച്ചു കൊണ്ട് കുറച്ച് നേരം അവിടെ വായും പൊളിച്ച് ഇരുന്നു. ഞാൻ ഇവരൊക്കെ എന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു, സ്വന്തമായിട്ട് വീഡിയോ ഒക്കെ എടുത്തങ്ങനെ ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനായിരുന്നു ഫുൾ കേക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ബിക്കോസ് ഞാനും ടുട്ടൊക്കെ ഒരു കേക്ക് അഡിക്റ്റാണ്. 1/2 കിലോൻ്റെ കേക്ക് ഒരു ദിവസം എന്ന് തിന്നാലും നമുക്കതൊന്നൊരു വിഷയമേ അല്ല. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ സർപ്രൈസ് ആയതുകൊണ്ട് നമ്മൾ നീറ്റ്നെസ്സൊക്കെ പാലിക്കണം. അങ്ങനെ എല്ലാവരും അവിടെ സർപ്രൈസൊക്കെ കണ്ട് ഞെട്ടിത്തരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. മാഷാണെങ്കിൽ ഉടുപ്പൊക്കെ ഇടാൻ വേണ്ടി പോയിക്കായിരുന്നു. അപ്പം ഞാൻ ആ സമയം കൊണ്ട് കേക്കും ചോക്ലേറ്റൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തു. പിന്നെ അവിടെ ഡൈനിങ് ടേബിളിലായിരുന്നു. അപ്പോൾ അവിടെ ചെയറിൻ്റെ അവിടെ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ മുറിച്ചു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മാഷ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഒരു ക്ലൂ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിരുന്നു, ഞെട്ടിപ്പോയി. ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ കൂടെ ഒരുമിച്ച് വന്ന ഓരോ ദിവസമായിരുന്നു. അവരുടെ മക്കളെല്ലാവരും വിദേശത്താണ്. അപ്പോൾ മക്കളൊന്നുമില്ല, ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ മുന്നേ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ സ്കൂളിൽ, സ്പോർട്സിൻ്റെ മാഷായിരുന്നു. പിന്നെ ടുട്ടൂനെയും അക്കൂനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ്. നമ്മളൊരു സർപ്രൈസൊക്കെ കൊടുത്തു. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ നിമിഷങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുക. പിന്നെ കാവ്യപരമായി പറയാനൊന്നും എനിക്ക് അറിയില്ല. മലയാളം പരീക്ഷ എഴുതിയത് കൂടെ എല്ലാ ഭാവനയും അടിച്ചു പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ഹാപ്പി ബർത്ത്ഡേ മാഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സന്തോഷവും സങ്കടമൊക്കെ കൂടെ ഒരുമിച്ച് വന്ന് കുറേ നേരം അച്ഛനോട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരുന്നു.
അച്ഛനും എന്താ പറയുക സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ്, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. പിന്നെ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ തന്നെ അതേപോലെ ഒരുപാട് ആൾക്കാർ മിസ്സ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഫീലാണ്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ലോങ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്തു, എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് നല്ല അടിപൊളിയായിരുന്നു. എന്താണെന്നറിയില്ല, അക്കൂട്ടൻ ഇങ്ങനെ വെറുതെ ഇരിക്കും, അവനെ പോയി ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് വല്ലാത്തൊരു ടെൻഡൻസി അങ്ങ് വരും. അവനാണെങ്കിൽ രാത്രിയിൽ വീട് മാറിപ്പോയതിൻ്റെയൊക്കെ ഒരു സങ്കടമൊക്കെ അവൻ്റെ മുഖത്ത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ എക്സ്പ്രഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ മുട്ടായിക്ക് എടുത്തു കൊടുത്തു. അപ്പോൾ മാഷ് കരഞ്ഞിട്ട് മുഖം തോർത്തായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ ഓണാക്കിയപ്പോൾ കണ്ടു, അതുകൊണ്ട് ഫുള്ള് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ നല്ല വിഷമമുണ്ടായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. നമുക്കും സ്പെഷ്യലായിട്ട് നമ്മളെയും സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടെ ഒന്നിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അത്രയും അടിപൊളിയായിട്ടുള്ള ഓരോരോ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അച്ഛനിപ്പോൾ പോയതിന് ശേഷം ഒരുപാട് പേരുടെ ബർത്ത്ഡേ വന്നു, സർപ്രൈസൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്ത് ഭയങ്കര ഒരു ഫീലായിരുന്നു നമുക്ക്. അപ്പോൾ ആ ഒരു ഫീലും എല്ലാത്തിലും ഒപ്പം ഉണ്ടായിരുന്നത് ഇവരുമാണ്. അപ്പോൾ ഇവരെയും കൂടെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഓൾറെഡി ഇത് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നത്. എന്നിട്ടും ഇങ്ങനെ ഒരു സർപ്രൈസ് അവരാകെ എന്താ പറയുക ഞെട്ടിത്തരിച്ച് ഇങ്ങനെ ഷോക്കടിച്ച പോലെ നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ വന്നു. സ്വന്തം മക്കളെ എങ്ങനെയാണോ അതേപോലെ ഒരു എന്താ പറയുക കെയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് തരുന്നത്. പിന്നെ ടുട്ടുവിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടുട്ടു ഉണ്ടായിരുന്നു കൂടെ. ടുട്ടു പിന്നെ അച്ചച്ച അമ്മമ്മയെന്നൊക്കെ വിളിച്ച് പുറകെ തന്നെയായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അവനായിരുന്നു ഏറ്റവും കൂടുതലാക്കി. അവൻ സ്വന്തമായിട്ട് ഹാപ്പി ടു യു എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഇവിടുന്ന് പോകുമ്പോഴേ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ കംപ്ലീറ്റ് കണ്ടൻറ്റും കൊളായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ മ്യൂസിക് ഇടാം. അപ്പോൾ നിങ്ങളെ മ്യൂസിക്കിലൂടെ കേൾക്കുക. ഇത് ഇന്ന് തന്നെ ഡബ് ചെയ്ത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല. ഞാനിപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. വീഡിയോ ഇടലൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് വീഡിയോ ഒക്കെ അച്ഛനമ്മ ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ ഡബ് ചെയ്യുന്ന പരിപാടികളൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഫുൾ പാട്ട് വെച്ചിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പൂർവാഗിത ശക്തിയോടുകൂടി അങ്ങനെ തന്നെയല്ലേ പറയാം, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ ശക്തിയോടുകൂടി തന്നെ നമ്മൾ തിരിച്ച് വന്ന് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഒരു സക്സസ് കണ്ടെത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി എല്ലാവരും മ്യൂസിക് ഇട്ട് കാണുക. പിന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനായിരുന്നു. അതിനകത്ത് മാത്രമായിരിക്കും എൻ്റെ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഒരു ഈശോൻ്റെ പടമായിരുന്നു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പടം കാണാൻ വേണ്ടി നല്ലൊരു റിയലിസ്റ്റിക് വരുന്ന ടൈപ്പ് ഒരു പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി നിങ്ങൾ മ്യൂസിക് കേൾക്കുക. ഓക്കെ, ബൈ.